ഹലോ, ഗുഡ് മോർണിംഗ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡേ 3 അല്ലേ, നമ്മുടെ ഡേ 3. അപ്പോൾ രാവിലെ എനിക്ക് കുളിച്ച് റെഡിയായി നമ്മളിതാ ഒരു പാർക്കിൽ പോകാൻ പോകുന്നു. വയലപ്ര പാർക്ക്. അപ്പം അവിടെ ചെന്നിട്ട് ബാക്കി അവിടെ നിന്ന് കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ചെന്നിട്ട് നോക്കാം. ഇന്നാണ് കേട്ടോ നമ്മുടെ ട്രിപ്പിൻ്റെ ലാസ്റ്റ് ഡേ. ഇത്രയും ദിവസം അടിച്ച് പൊളിച്ച് നടന്നു. ഇനി നാളെ മുതൽ നമ്മൾ തിരിച്ച് വർക്കിന് കയറണം. അതുകൊണ്ട് നാളെ രാവിലെ 4 മണിയുടെ ട്രെയിനിനാണ് ബുക്ക് ചെയ്തേക്കുന്നത്. അത് കഴിഞ്ഞ് തിരിച്ച് ഓഫീസിലേക്ക്, ബാക്ക് ടു വർക്ക് ലൈഫ്. ഇവിടെ ഇങ്ങനെ കൂടുതൽ ഈ നടക്കാനുള്ളതാണ്. നമുക്ക് ഈ വെള്ളത്തിൽ ബ്രിഡ്ജിൽ കൂടെ നടക്കാം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ ഒരു ഫോട്ടോ സ്പോട്ട് ഉണ്ട്. കഴിഞ്ഞ് കുറച്ചും കൂടെ അവിടെ കഴിയുമ്പോഴേക്കും ഗെയിം സോൺ ഉണ്ട്. ഇവിടെ മെയിൻലി കിഡ്സിനുള്ളതാണ്. ചെജുവിനെ പോലുള്ള കുഞ്ഞു പിള്ളേർക്കൊക്കെ ഇരുന്ന് കളിക്കാം. പിന്നെ അവർക്കൊരു നല്ല എൻ്റർടൈൻമെൻറ്റ് സ്ഥലമാണിത്. പിന്നെ ഇതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാലും പ്ലേ ഏരിയ തന്നെയാണ്. നമ്മൾ വലിയ ആൾക്കാർ കുറച്ച് പോസ്റ്റാവും. അങ്ങനെ ഞങ്ങൾ ഇവിടെയൊക്കെ കണ്ട് കറങ്ങി. പിന്നെ നമ്മളൊരു ഐസ്ക്രീമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കുറേ ഉൾവഴിയിലൂടെയൊക്കെ നടന്ന് മെയിൻ റോഡ് എത്തിയപ്പോഴേക്കും ഒരു റെസ്റ്റോറൻറ്റ് കണ്ടു. അപ്പം നമ്മൾ ഉച്ചയായിട്ടുണ്ടായി, നല്ല വിശപ്പുണ്ടായി. എന്നിട്ട് നമ്മളിതാ ഫുഡൊക്കെ കഴിച്ച് ഇനി ഒരു സ്ഥലത്തേക്ക് പോവാണ്. ആക്ച്വലി നമ്മൾ ഉദ്ദേശിച്ച സ്ഥലം വേറെയും, പക്ഷേ എത്തിപ്പെട്ട സ്ഥലവും വേറെയും. ഏതൊരു മല, പേര് ഓർമ്മയില്ല കേട്ടോ, മലയിൽ കയറാനായിരുന്നു. പക്ഷെ നമ്മൾ വന്നത് ഏഴരക്കൊണ്ടാണ്. ആക്ച്വലി ഇതായിരുന്നു ദ ബെസ്റ്റ് സ്പോട്ട് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മൾ ആ ഒരു പ്രതീക്ഷിക്കാതെ വന്ന് അടിപൊളിയായിട്ട് നമ്മൾ എല്ലാവരും ഒരേപോലെ എൻജോയ് ചെയ്ത സ്ഥലം ഇതാ. നമുക്ക് ഇവിടുന്ന് പോരാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. ആരെങ്കിലും കണ്ണൂർ വരുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ സ്പോട്ട് മിസ്സാക്കരുത്. നമുക്ക് കുറച്ച് നടക്കാനൊക്കെ ഉണ്ട്. പക്ഷെ ആ നടക്കുന്ന സ്ഥലത്ത് നമുക്ക് ഈ ഫുള്ള് വെള്ളച്ചാട്ടമൊക്കെ കാണാം. അത് കഴിഞ്ഞ് നമ്മൾ ലാസ്റ്റ് ഒരു മെയിൻ വാട്ടർഫോൾ എത്തും. അവിടെ നമുക്ക് ഇറങ്ങാനൊക്കെ പറ്റും. നമുക്ക് ഇതേപോലെ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് അവർ നമ്മളെ ഇറക്കുക. പോയപ്പോൾ നമ്മൾ നടന്നാൽ പോയെങ്കിലും തിരിച്ചു വരാനായിട്ട് നമുക്കിങ്ങനെ ജീപ്പ് സർവീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതേ ഒരു ട്രെക്കിംഗ് എക്സ്പീരിയൻസ് ഒക്കെ ചെയ്തിട്ട് നമുക്കിങ്ങനെ തിരിച്ചു പോരാം. അപ്പം നമ്മൾ ഏറ്റവും ലാസ്റ്റത്തെ ജീപ്പ് സർവീസിനാണ് പോരുന്നത്. അപ്പം നമ്മളിവിടെ 2 ഓഫീസേഴ്സും ഉണ്ടായിരുന്നു. ഇവിടെ 6 മണിക്ക് ക്ലോസ് ചെയ്യും. അപ്പോൾ എല്ലാവരും വരുമ്പോൾ അതിന് മുന്നേ എത്താൻ നോക്കുക. അങ്ങനെ നമ്മൾ ഇവിടുത്തെ പരിപാടി എല്ലാം അവസാനിപ്പിച്ചതാ. ഇനി ഫർസയുടെ വീട്ടിലേക്ക് പോവാണ്. ഫർസയുടെ വീട്ടിൽ നിന്ന് ലഗേജൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ അഞ്ജുവിൻ്റെ വീട്ടിലേക്ക് പോകും. എന്നിട്ട് അഞ്ജുവിൻ്റെ വീട്ടിൽ നിന്നാണ് നാളെ രാവിലെ റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മൾ പോകുന്നത്. അങ്ങനെ വെള്ളത്തിലൊക്കെ കിടന്ന് ക്ഷീണിച്ച് ടയേർഡായപ്പോൾ നമ്മളിതാ പോണ വഴിക്ക് കണ്ട് ഒരു ചായക്കടയിൽ നിർത്തി ഒരു ചായയും സ്നാക്കൊക്കെ കഴിച്ച് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ 3 ദിവസം വന്നിട്ട് നമ്മൾ ഭയങ്കര എൻജോയ് ചെയ്തു. ആൻഡ് ഈ വ്ളോഗ് കണ്ടിട്ട് നിങ്ങളും ആ ഒരു എൻജോയ്മെൻറ്റ് കുറച്ചൊക്കെ മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. ഒരു വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു ഇത്. ആൻഡ് അൺഎക്സ്പെക്റ്റഡ് തിങ്സ് ആർ ബെസ്റ്റ്, റൈറ്റ് എന്ന് എനിക്ക് ഈ ചില മൊമെൻറ്റ്സോടെ മനസ്സിലായി. അപ്പം നമ്മളിതാ തിരിച്ചു പോവാണ്. ഇനി ബാക്ക് ടു വർക്ക് ലൈഫ്. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ, ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.